to your neighbor and say, don't spend time interviewing the devil. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, പിശാചിനെ ഇന്റർവ്യൂ ചെയ്ത് സമയം കളയരുത്. Number one, he is a liar. ഒന്ന്, അവൻ ബോഷ്ക് പറയുന്നവനാണ്. Number two, രണ്ട്, in the book of Revelation 12, the Holy Spirit says he is the accuser of his brethren. വെളിപ്പാട് 12 വായിക്കുന്നു, സഹോദരന്മാരെ കുറ്റം ചുമത്തുന്നവനാണ് അവൻ. Why does he accuse? എന്തുകൊണ്ട് അവൻ കുറ്റം ചുമത്തുന്നു? The word says he does not accuse the world, he accuses the brethren. അവൻ നാട്ടുകാരെ, ലോകക്കാരെ കുറ്റം ചുമത്തുന്നതല്ല, വിശ്വാസിയെ, ദൈവമക്കളെ, സഹോദരന്മാരെ കുറ്റം ചുമത്തുന്നു. Why does he accuse you? എന്തുകൊണ്ട് അവൻ നിങ്ങളെ കുറ്റം ചുമത്തും? He will keep on saying lies. അവൻ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കും. And he will keep on putting a finger on you. നിന്റെ മേൽ എപ്പോഴും ഒരു കുറ്റം ചുമത്തലിന്റെ വിരൽ ഇങ്ങനെ ചൂണ്ടും. Why does he accuse? എന്തിനാ അവൻ കുറ്റം ചുമത്തുന്നു? Because he knows if this army commander can be accused and demoralized, he will leave his post and he can destroy the world. അവൻ നിന്നെ കുറ്റം ചുമത്താൻ കാരണം നീ അനവധി ദൂതന്മാർക്ക് ഒരു ക്യാപ്റ്റനാണ്. നീ പറയുന്നവിടെ നടക്കും. നീ മനസ്സ് തകർന്ന് ആ സ്വയം അപരാധബോധത്തിൽ കുടുങ്ങിയാൽ നിന്നിൽ നിന്ന് ഇനി ഒന്നും പേടിക്കണ്ട എന്ന് പിശാചിന് പിടികിട്ടും. Shout and say, I will never be demoralized. വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ ഒരിക്കലും കുറ്റാരോപത്തിൽ മനസ്സ് തകർന്നു കിടക്കില്ല. I don't go by what men speak about me. I go about what God speaks about me. വിളിച്ചു പറഞ്ഞാട്ടെ, മനുഷ്യൻ എന്നെ കുറിച്ച് പറയുന്നത് കേട്ട് ഞാൻ തളരില്ല. ദൈവം എന്നെ കുറിച്ച് എന്ത് പറയുന്നു അതാണ് ഞാൻ.